നമ്മളെ കൊല്ലം ജില്ലയുടെ മേയർ ഒരു മുൻകൈ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളുടെ കൊല്ലം ജില്ല കുറച്ച് വികസനങ്ങളൊക്കെ കൊണ്ടുവരണം. ആ വികസനത്തോടൊപ്പം നമ്മൾ ടൂറിസവും കൂടി മെച്ചപ്പെടുത്തണം. അപ്പോൾ ടൂറിസം മന്ത്രിയുമായിട്ട് നിങ്ങളൊന്ന് ധാരണയിലെത്തി നമ്മളെ കൊല്ലത്ത് ഒരുപാട് നാളായിട്ട് വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുകയും അല്ലെങ്കിൽ പൂട്ടിക്കിടക്കുന്നതായ നമ്മളുടെ ആ പാർക്ക്, പഴയ പാർക്ക് അതൊന്ന് തിരിച്ചു കൊണ്ടുവരണം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, വേറൊന്നും കൊണ്ട് പറയുകയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ടൂറിസം മേഖലയിൽ നമ്മളെ കൊല്ലത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടൗണിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ അടുത്തായിട്ട് ഈ ഒരു ബീച്ചേ ഉള്ളൂ. അതായത് നമ്മൾ ഈ കൊല്ലം ബീച്ച് എന്ന് പറയുന്ന ആ കൊല്ലം ബീച്ചിൻ്റെ അവസ്ഥ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബീച്ചിലിറങ്ങി പഴയതുപോലെ കാലൊന്നും നനയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കടൽ കയറി പോവുകയാണെങ്കിൽ ശംഖുമുഖത്ത് കണക്ക് തന്നെ നമുക്ക് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിന്നോട്ടെ എന്ന് ഞാൻ പറയാൻ കാരണം, ഈ കാണുന്നൊരു സ്ഥലം കണ്ടോ, ഈ പാർക്ക് പണ്ട് പിള്ളേരും വലിയ മുതിർന്നവരും എല്ലാം വന്ന് ഇതിനകത്ത് ഇരുന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ അടച്ചു മൂടി ഇങ്ങനെ കിടക്കുകയെന്നേ. ഇതെന്തോരം വരുമാനം ഉണ്ടാക്കേണ്ട സ്ഥലമാണ്. ഇതൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ടൂറിസ്റ്റുകളല്ലാതെ ആൾക്കാരും എല്ലാം ഇവിടെ വരും. അപ്പോൾ അവിടെ കച്ചവടം നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഗവൺമെൻറ്റിന് കുറച്ച് പൈസകൾ കിട്ടും അവിടെ ഒരു ടിക്കറ്റ് ചാർജൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മളിങ്ങനെയുള്ള മേഖലകൾ മാക്സിമം ഉപയോഗിക്കാതെ ഇതിങ്ങനെ ശൂന്യമാക്കി ഇടുന്നത് കൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ കൊല്ലം ബീച്ചെന്ന് പറഞ്ഞാൽ ആർക്കും ഇപ്പോൾ വരാനൊന്നും തോന്നില്ല. അതുകൊണ്ട് നമ്മളെ മേയർ മുൻകൈ എടുത്ത് ഇതിനൊരു തീരുമാനമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.